ഹലോ കൂട്ടുകാരെ, അപ്പം നമുക്ക് അത്തപ്പൂ ഇട്ടാനൊക്കെ തുടങ്ങാം കേട്ടോ. ഇന്ന് 7 മണിക്ക് 7 മണി തൊട്ട് ഞങ്ങൾ അത്തപ്പൂ ഇടാൻ തുടങ്ങിയത്. കാരണം അത്ര സമയം വരെ മഴയായിരുന്നു, നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അത്തപ്പൂക്കൾ ഇടാനുള്ളതെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്യുവാണ്. മറ്റേതാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾ പൂക്കളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നിർത്തി വെക്കാൻ പറ്റിയില്ല. പിന്നെ രാവിലെയാണ് അതൊക്കെ ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ സമയം ഒരുപാട് വൈകി കേട്ടോ. പിന്നെ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 9-10 മണിയൊക്കെ ആയി. പിന്നെ അതൊക്കെ ചെയ്തതിന് ശേഷം നേരെ അടുക്കളയിലോട്ടൊക്കെ പോയി. എങ്ങനെയുണ്ട് ഞങ്ങൾ അത്തപ്പൂക്കളം? നല്ലതാണോ? അങ്ങനെ അത്തപ്പൂക്കം ഇട്ട് നേരെ ഞങ്ങൾ അടുക്കളയിലോട്ടാണ് പോയത്. അടുക്കളയിലോട്ട് പോയപ്പോൾ കുഞ്ഞമ്മയും ചിറ്റിപ്പനും കൂടെ ഒരുപാട് തകൃതിയായിട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പപ്പടവും പുളിങ്ങ ഉണ്ടായിരുന്നു. പിന്നെ അടപ്രഥമനായിരുന്നു വെച്ചത് കേട്ടോ. അതിന് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ അങ്ങനെ വറുത്തിടണമായിരുന്നു. അങ്ങനെ കുറച്ച് പണികളേ ഉള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പച്ചടി കിച്ചടിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് വെച്ച്. പിന്നെ അടപ്രഥമനെല്ലാം സെറ്റ് ചെയ്ത് അടപ്രഥമനെല്ലാം വറുത്തിട്ടിട്ടുണ്ടായി. ഈ പ്രാവശ്യം ഞങ്ങൾ പാചകം ചെയ്യുന്നതെല്ലാം വെക്കുന്നതിൽ ഒരുപാട് ലേറ്റായി. മറ്റേതാണെങ്കിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എല്ലാം വെക്കുമായിരുന്നു. അങ്ങനെ എല്ലാം വെച്ച് സെറ്റായിട്ടുണ്ട്. പഴമുണ്ട്, കാ വറുത്തതുണ്ട്. പിന്നെ ഇനി നമുക്ക് എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. പച്ചടി, കിച്ചടി, പൈനാപ്പിൾ പച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൂട്ടുകറി വെച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ അച്ചാർ, സാമ്പാർ, പിന്നെ ഇഞ്ചി, അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു. പിന്നെ തക്കാളി തീയലുണ്ടായിരുന്നു. പരിപ്പുണ്ടായിരുന്നു. പിന്നെ ചോറ് പിന്നെ വേണമല്ലോ. ഇത് നാരങ്ങ അച്ചാർ, തോരൻ, പപ്പടം, വെള്ളം. അങ്ങനെ നല്ലൊരു ഓണമായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ. എന്നിട്ട് അടപ്രഥമനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണം ഇങ്ങനെ അങ്ങ് പോയി കേട്ടോ. ഇത് കുഞ്ഞമ്മയാണ് കേട്ടോ. കുഞ്ഞമ്മയുടെ കാലിൻ്റെ മുട്ടുവേദന ആയതുകൊണ്ടാണ് തറ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും തറയിലാണ് ഇരുന്ന് ചോറ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങിയതാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറെ എവിടെയും പോയതൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ, സീ യു.